ഖുർആൻ മുഹമ്മദ് നബിയുടെ മാൻമെയ്ഡ് ഓതർഷിപ്പ് ആണെന്ന് പറയുന്നതിൽ കുറച്ച് ലോജിക്കൽ എററുകളുണ്ട്. ലോകത്തെ ഏതൊരു എഴുത്തുകാരനും തന്റെ അറിവിന്റെ പരിധിയിൽ നിന്ന് എഴുതാൻ കഴിയുള്ളൂ. പക്ഷെ ഖുർആൻ ആ പരിധിയെ റിപ്പീറ്റഡ്ലി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 1-2 പ്രാവശ്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ ആ മനുഷ്യന്റെ കാലഘട്ടത്തിലെ വേൾഡ് വ്യൂ, അറിവിന്റെ പരിധി, സാമൂഹിക മുൻധാരണകൾ ഇതൊക്കെയല്ല അതിലുണ്ടായിരിക്കേണ്ടത്. നബി തങ്ങൾ ഉമ്മിയാണെന്നുള്ളത്, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ആളാണെന്നുള്ളത് ഹിസ്റ്റോറിക്കലി ഡോക്യുമെന്റഡ് ആണ്. മനുഷ്യന്റെ അറിവ് ടൈം ബൗണ്ട് ആണ്, സമയബന്ധിതമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്, റീറൈറ്റ് ചെയ്യപ്പെടുന്നത്, കറക്ഷൻ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഖുർആൻ 14 സെഞ്ചുറീസ് ആയിട്ട് സെയിം ടെക്സ്റ്റ്, സെയിം ചാലഞ്ച്, സെയിം റെലവൻസ്. മാൻമെയ്ഡ് ആയിരുന്നെങ്കിൽ അതിലുള്ള കോൺസെപ്റ്റുകളൊക്കെയും എക്സ്പയർ ആകുമായിരുന്നു. ഒരു മനുഷ്യൻ തന്റെ പുസ്തകത്തെ ചോദ്യം ചെയ്യാൻ ആളുകളെ ക്ഷണിക്കുന്നത് സ്റ്റേറ്റിസ്റ്റിക്കലി ആൻഡ് സൈക്കോളജിക്കലി ഇമ്പോസിബിൾ ആണ്. കാരണം തന്റെ കൃതിയിലെ പിഴവുകൾ ആരെങ്കിലും കണ്ടെത്തുമോ എന്നൊരു ഭയം ഏതൊരു എഴുത്തുകാരനുണ്ടായിരിക്കും. പക്ഷേ ഖുർആൻ പിഴവുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകളെ ചലഞ്ച് ചെയ്യാണ്. 23 വർഷം, ഡിഫറെന്റ് സിറ്റുവേഷൻസ്, വാർ, പീസ്, ലോസ്, വിക്ടറി, ഇമോഷണലി എക്സ്ട്രീം സിറ്റുവേഷൻസ്. ഇവിടെയൊക്കെ മനുഷ്യന്റെ എഴുത്തുകൾ നോർമലി ബ്രേക്ക് ചെയ്യപ്പെടും, ഷേക്ക് ചെയ്യപ്പെടും, കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഖുർആനിൽ നരേറ്റീവ് കൺട്രോൾ, മെസ്സേജിന്റെ കോൺസിസ്റ്റൻസ് ഇതൊന്നും എവിടെയും നഷ്ടപ്പെടുന്നില്ല. ദിസ് ഈസ് statistically impossible for human authorship.